ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. കനത്ത വേനൽ ചൂടിൽ തണ്ണിമത്തൻ വിളയിച്ച് കോതമംഗലം സ്വദേശികളായ ജോഷിയും മാത്യുവും കാട് പിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലം കിളച്ചൊരുക്കിയാണ് കൃഷി ഇറക്കിയത്. കാട് പിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലം കിളച്ചൊരുക്കിയാണ് കോതമംഗലം സ്വദേശികൾ വേനൽ ചൂടിൽ തണ്ണിമത്തൻ വിളയിച്ചത്. കാർഷിക മേഖലയിൽ നവാഗതരായ ജോഷി CD, മാത്യു VJ എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. മലയൻകീഴിന് സമീപം 2 ഏക്കർ പാടത്താണ് മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള കിരൺ തണ്ണിമത്തൻ ഇവർ കൃഷി ചെയ്തത്. മറ്റു തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ജോഷിയും മാത്യുവും ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി പരീക്ഷിച്ചത്. ജൈവരീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ ജോലികളും ഇവർ തന്നെയാണ് നിർവഹിച്ചത്. മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൾ വഴിയാണ് തണ്ണിമത്തനുകൾ വിറ്റഴിക്കുന്നത്. നല്ല രുചിയും നിറവുമുള്ള വിഷരഹിത തണ്ണിമത്തനുകൾ വാങ്ങാൻ ധാരാളം പേർ എത്തുന്നുണ്ട്. കൃഷിയുമായി മുന്നോട്ടു പോകുമെന്നും പച്ചക്കറി, വാഴ തുടങ്ങിയവ കൃഷി ചെയ്യാനാണ് തുടർന്ന് ഉദ്ദേശിക്കുന്നതെന്നും കർഷകനായ ജോഷി പറഞ്ഞു. സമീപകാലത്താണ് ഞങ്ങൾ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഈ പാടത്ത് ഞങ്ങൾ തണ്ണിമത്തൻ കൃഷി ചെയ്ത് തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതായത് കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും വിഷരഹിതമായിട്ടാണ് ഈ തണ്ണിമത്തൻ ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ തരക്കേടില്ലാത്ത വിളവ് ഞങ്ങൾക്ക് ലഭിച്ചു. കോതമംഗലം മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ ഒരു സ്റ്റാൾ വഴി ഞങ്ങളുടെ ഈ തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണ്. ഇനിയും ഞങ്ങൾ കൃഷി മേഖലയിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ഇടകൃഷികളായ തണ്ണിമത്തൻ, ചീര അങ്ങനെയുള്ള കൃഷികളും നേന്ത്രവാഴ കൃഷി ചെയ്യണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൃഷിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.